ഈ ലോകത്തിലേക്ക് വന്ന ഏക സത്യദൈവമായ യേശു ക്രിസ്തുവിൻ്റെ പിറവി തിരുനാൾ അനുസ്മരണത്തിന് നമ്മൾ ഒരുങ്ങുന്ന അനുഗ്രഹീതമായ ദിനങ്ങളാണ്. ക്രിസ്മസിൻ്റെ ഒരുക്കത്തിലേക്ക് നമ്മളെല്ലാം പ്രവേശിച്ചു കഴിഞ്ഞു. ഒരുപാട് സന്തോഷത്തിൻ്റെ ദിനങ്ങളാണ്. ഒപ്പം നോമ്പുകാലത്തിലൂടെയൊക്കെ കടന്നുപോയി ജീവിതത്തെ ഒരുപടി കൂടെ വിശുദ്ധീകരിക്കണം എന്ന് ചിന്തിക്കുന്ന ദിവസങ്ങളാണ്. നിങ്ങൾ ഓരോരുത്തരിലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുമ്പോൾ നമുക്കൊരു നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ലോകരക്ഷകനായി ഞങ്ങളുടെ ജീവിതത്തെ പാപാന്ധകാരത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കടന്നു വന്ന അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഈശോയെ, ഈ ലോകത്തിലേക്ക് വന്ന അങ്ങയുടെ ചൈതന്യത്തെ സ്വന്തമാക്കി അങ്ങയുടെ ദിവ്യ സ്നേഹത്തെ ഈ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുവാനും അവിടുത്തെ ജീവിത മാതൃക ഞങ്ങളിലേക്ക് ഉൾക്കൊണ്ട് ആ മാതൃക വഴി അനേകരെ അങ്ങിലേക്ക് അടുപ്പിക്കാനും വിളിക്കപ്പെട്ടതാണ് ഞങ്ങളുടെ ഓരോ ജീവിതങ്ങളുമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈശോയെ, ഞങ്ങളായിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും അവിടത്തേക്ക് സാക്ഷികളായി ജീവിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ യേശുവേ, പരിപൂർണമായും ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ ജീവിതം മുഴുവനെയും അങ്ങിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് ബലഹീനതകളും പോരായ്മകളും കുറവുകളും ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഈ ലോകത്തിൻ്റെ കുഞ്ഞു കുഞ്ഞു സുഖം അനുഭവിക്കാനും കർത്താവെ, അലസതയുടെ ഒരു മാനസികാവസ്ഥയിലായിരിക്കാനും ഞങ്ങളുടെ ഹൃദയം വല്ലാതെ പരതുന്നുണ്ട്. ഞങ്ങളുടെ ജീവിതം മുഴുവനെയും അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഇപ്പോൾ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം ഞങ്ങളിൽ എല്ലാവരിലേക്കും നിറയട്ടെ. ഈ ക്രിസ്മസ് അനുസ്മരണ ഒരുക്കത്തിൻ്റെ ഈ ദിനങ്ങളിൽ ഒരു പുതിയ നിറവ് ഞങ്ങളിലേക്ക് സംഭവിക്കട്ടെ. ഒരു പടി കൂടെ ഈ വചനം ശ്രവിക്കുമ്പോൾ ഒരു അഭിഷേകത്തിലേക്ക് ഞങ്ങൾ ഉയരുവാൻ കാരണമാകട്ടെ. കരങ്ങൾ രണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് എല്ലാ ദൈവമക്കളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ വിളിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപ നിറയാൻ, ഒരു അഭിഷേകം നിറയാൻ, ഒരു ശക്തി നിറയാൻ, ദാഹത്തോടെ വചനം ശ്രവിക്കുമ്പോൾ തന്നെ ഒരു പുതിയ നിറവ് അനുഭവിക്കുവാൻ, ഒരു പുതിയ പ്രകാശം നിറയുവാൻ ആഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ യേശുവേ, സത്യദൈവമേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുന്ന നിമിഷങ്ങളിൽ തന്നെ ഒരു പുതിയ നിറവ് തരണമേ. ഞങ്ങളുടെ ഉള്ളിൽ ഈ നാളുകളിൽ കടന്നുപോയിട്ടുള്ള എല്ലാ അന്ധകാര ചിന്തകളും അസ്വസ്ഥതകളും പാപകരമായ ജീവിതത്തിൻ്റെ അവസ്ഥകളും എല്ലാം ഞങ്ങളിൽ നിന്ന് ഇപ്പോൾ തന്നെ പരിപൂർണമായിട്ട് മാറിപ്പോകട്ടെ. കർത്താവേ, അവിടുത്തെ തിരുപ്പിറവിക്ക് വേണ്ടി പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങുന്ന ഈ ദിനങ്ങളിൽ തന്നെ ഞങ്ങളിലേക്ക് ഒരു ദിവ്യപ്രകാശം നിറയട്ടെ. ഇപ്പോൾ തന്നെ ഒരു പുതിയ സദ്വാർത്ത അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകട്ടെ. കർത്താവെ, ഈ വചനം ശ്രവിച്ചുകൊണ്ടായിരിക്കുന്ന അനേക മക്കളിലേക്ക് പുതിയ പുതിയ വെളിച്ചം കടന്നു വരട്ടെ, പുതിയ പുതിയ ഉൾക്കാഴ്ചകൾ കടന്നു വരട്ടെ, പുതിയ പുതിയ നിറവ് ലഭിക്കട്ടെ, പുതിയ അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ, തടസ്സങ്ങൾ മാറട്ടെ, അസ്വസ്ഥതകൾ മാറട്ടെ. കർത്താവെ, അനേകരുടെ ഹൃദയങ്ങളിലേക്ക് പുതിയ വാർത്തകൾ കേൾക്കാൻ ഒരു പുതിയ അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധാത്മാവെ, ആരാധന. പരിശുദ്ധാത്മാവെ, പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു കവിഞ്ഞതുപോലെ ഞങ്ങളുടെ എളിയ ജീവിതത്തിലേക്കും ഇപ്പോൾ അത്ഭുത ശക്തിയായി എവിടുന്ന് നിറയണമേ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പാം. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, വചനത്തെ ഉള്ളിൽ സ്വീകരിച്ച് രക്ഷകന് പിറവി കൊടുത്ത അമ്മേ, ഞങ്ങൾ ഓരോരുത്തരും വചനത്തെ ഉള്ളിൽ സ്വീകരിച്ച് പ്രകാശം കൊണ്ട് നിറയപ്പെട്ട് മറ്റുള്ളവരിലേക്ക് ഈശോയെ പകർന്നു കൊടുക്കുവാൻ അഭിഷേകം തരണമേ. അമ്മേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്കിരിക്കാം. ക്രിസ്മസ് ഒരുക്കത്തിൻ്റെ ഒരു കാലമായതുകൊണ്ട് അതിനോട് ചേർന്ന് ഒരു ചിന്ത പങ്കുവയ്ക്കാമെന്ന് വിചാരിക്കുകയാണ്. വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിൻ്റെ 2-ാം അധ്യായം 5-ാമത്തെ വചനം നമ്മളിങ്ങനെ വായിക്കുകയാണ്: യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ
ദൈവവുമായിട്ടുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്നു. പ്രിയപ്പെട്ടവരെ, തന്നെ തന്നെ ശൂന്യവൽക്കരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന യേശുക്രിസ്തുവിൻ്റെ തിരുപ്പിറവിയുടെ ഏറ്റവും അടുത്തടുത്ത ഒരുക്ക ദിനങ്ങളിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. പൗലോസ്ലീഹ ഇവിടെ ഓർമ്മിപ്പിക്കുന്ന കാര്യം എന്താണ്? യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിൽ ഉണ്ടാകട്ടെ. ഏത് മനോഭാവം? ഈ ശൂന്യവൽക്കരണത്തിൻ്റെ മനോഭാവം. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിലെ ജീവിതാവസ്ഥകളെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ആരാണ് വലിയവൻ എന്നുള്ള ആ പഴയ ചിന്ത തന്നെ, ശിഷ്യന്മാർക്കുണ്ടായിരുന്ന അതേ ചിന്ത തന്നെ നമ്മുടെയും ജീവിതത്തെ ഇന്ന് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ ഈ മനോഭാവത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഇല്ലായ്മ ചെയ്ത് കളയുന്നുണ്ട്. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലുണ്ടാകട്ടെ. പ്രിയപ്പെട്ടവർ, എന്താണ് യേശുക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവം? അതാണ് ശൂന്യവൽക്കരണത്തിൻ്റെ മനസ്സ്. യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായം 14-ാം വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ചിന്തിക്കുന്നത്? ആദിയിൽ വചനമാണ് ഉണ്ടായിരുന്നത്. എന്താണ് സമസ്തവും സൃഷ്ടിച്ചത്? വചനമാണ് സമസ്തവും സൃഷ്ടിച്ചത്. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാം ഉണ്ടായി. അങ്ങനെയെങ്കിൽ ചിന്തിച്ചു നോക്കിയേ, ഈ ലോകത്തിലെ സമസ്ത സൃഷ്ടികളിലും അടങ്ങിയിരിക്കുന്ന ചൈതന്യമാണ് വചനം, ദൈവം. വീണ്ടും എന്ത് സംഭവിക്കുന്നു? ഈ വചനമാകുന്ന ദൈവം മാംസരൂപം പൂണ്ടു. ഈ വചനമാകുന്ന ദൈവം മാംസരൂപം പൂണ്ടു. അതാണ് യേശുക്രിസ്തു. ഇവിടെ അതാണ് മനുഷ്യാവതാരം. ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവം ഒരു മനുഷ്യ ശിശുവിൻ്റെ ശരീരത്തിലേക്ക് ഒതുങ്ങാൻ മാത്രം ശൂന്യവൽക്കരിക്കപ്പെട്ടു. എളിമയുടെ, വിനയത്തിൻ്റെ ചൈതന്യത്തെ സ്വന്തമാക്കി. പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചു നോക്കുക, യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് വിശുദ്ധ പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുമ്പോൾ ഇത് തന്നെയാണ് സത്യം. എന്ന് പറഞ്ഞാൽ ഈ ഒരു ശൂന്യവൽക്കരണത്തിലേക്ക് കടന്നു വരിക. ഈ മാംസമായ വചനമാണ് പിന്നെ അതിനേക്കാൾ ചെറുതായി ഒരു കുഞ്ഞ് അപ്പമായി നമ്മുടെ കൂടെ വസിക്കുക. ഈ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൻ്റെ ഒരു കൊച്ചു തരിയിൽ പോലും യേശുക്രിസ്തു എന്ന ഏക സത്യ ദൈവം പരിപൂർണമായിട്ട് ജീവിക്കുന്നുണ്ട്. ഇത് മനുഷ്യബുദ്ധിക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതിലുപരിയാണ്. പ്രിയപ്പെട്ടവരെ, ഈ യേശുക്രിസ്തുവിനെയാണ് ഞാനും നിങ്ങൾ സ്വന്തമാക്കുന്നത്. ഈ യേശുക്രിസ്തുവിൻ്റെ മനോഭാവമാണ് നമ്മൾ സ്വന്തമാക്കേണ്ടത്. എന്നിട്ട് ചിന്തിച്ചു നോക്കിയേ, എങ്ങനെയാണ് നമ്മുടെ മാനസികാവസ്ഥകളുള്ളത്? ആ ശിഷ്യന്മാർ കണക്കെ തന്നെ പോവുക, ആരാ വലിയവൻ എന്ന തർക്കുക. ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും നമ്മുടെ ചിന്ത എന്നാ? ആരാ വലുത്? ഞാൻ ഓർക്കുന്നുണ്ട്, ചില കാരണവന്മാരൊക്കെ പറഞ്ഞു വെക്കും, ഈ കണ്ടതൊക്കെ ഞാൻ അധ്വാനിച്ച് പ്രയത്നിച്ച് കൂട്ടുക, ഇന്ന് പിള്ളേര് എല്ലാം മറന്ന് ദൂർത്തടിക്കുക. പ്രിയപ്പെട്ടവർ, ആരധ്വാനിച്ചുണ്ടാക്കിയത്? ശരിയാ, അധ്വാനിച്ചു. അതിനെന്താ സത്യം? ദൈവം തൻ്റെ കയ്യിലെ ഒരു ഉപകരണമാക്കി നിന്റെ ജീവിതത്തെ പ്രവർത്തിപ്പിച്ചതിൽ ഉപരിയായിട്ടൊന്നുമില്ല. ആരായി ആയുസ് തന്നേ? ആരായി ആയുസ് ബാക്കി വെച്ചേ? ആരായി ആരോഗ്യം ബാക്കി വെച്ചേ? ജീവിക്കുന്ന ഒരു തമ്പുരാനാ. ഈ തിരിച്ചറിവ് നഷ്ടപ്പെടുക. ബോബിച്ചൻ്റെ ചിന്താഗതികളിലൊക്കെ ഉള്ള ഒരു കാര്യത്തെ ഞാൻ ഓർക്കുക. ഭിക്ഷക്കാരൻ വീട്ടിൽ വന്ന് ഭിക്ഷ യാചിക്കുമ്പോൾ മരുമകളെ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. മരുമകൾ പറഞ്ഞു, ഇവിടെ ഒന്നുമില്ല, പൊക്കോ. ആ മനുഷ്യൻ സങ്കടത്തോടെ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഇതേ അമ്മായിമ്മ പുറത്തുനിന്ന് കയറി വരുന്നു. ചോദിച്ചു, എന്താടോ താൻ പോകുന്നു? അവിടെ കൊച്ചമ്മ പറഞ്ഞു, ഒന്നുമില്ല. ആരോടോ? തന്നോട് പറഞ്ഞു, ഒന്നുമില്ലെന്ന്. താനിങ്ങ് വാ. പ്രിയപ്പെട്ട ഭിക്ഷക്കാരൻ വലിയ പ്രതീക്ഷയോടുകൂടെ ഈ അമ്മയുടെ പുറകെ പോയി. ഏറെ നേരം കാത്തിരുന്നിട്ടും ഒന്നുമില്ല. അയാൾ സ്വതസിദ്ധമായ ഭാഷയെ വിളിച്ചു, അമ്മ എന്തെങ്കിലും തരണേ, അമ്മ വല്ല ഉണ്ടോ? അമ്മ വീണ്ടും പുറത്തേക്ക് വന്നു. ഒന്നുമില്ല, താൻ പോ. അല്ല, ഇത് തന്നെയല്ലേ ആ കൊച്ചമ്മ പറഞ്ഞത്? അതല്ല, അത് പറയേണ്ട ഞാനാ, അവളല്ല. പ്രിയപ്പെട്ടവർ, ഇത്രയൊക്കെ ഉള്ളൂ സത്യത്തിൽ നമ്മുടെ മാനസികാവസ്ഥകൾ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ചില കാര്യത്തിനൊക്കെ ഞാൻ തന്നെ പറയണം, ഞാൻ തന്നെ ചെയ്യണം എന്ന ചിന്തയാ. ചില അഹം,
ഈ അഹം ഇല്ലാതാകുന്നിടത്താണ് പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തു ജീവിക്കുന്നത്. ഈ അഹം എപ്പോ നമ്മൾ ഇല്ലാതാകുന്നോ അവിടെയാണ് യേശുക്രിസ്തു ഉള്ളത്. ഒരു ഭാരതീയ ചിന്താഗതിയിൽ, ഒരു മലയാളിത്ത ചിന്താഗതിയിൽ നമസ്കാരം എന്നൊരു വാക്ക് പറയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? നാമാക്രു. എന്താണ് അർത്ഥം? ഞാനല്ല, പിന്നെ ആരാ ഉള്ളത്? നീയാ ഉള്ളത്. ഇവിടെ ഇതൊരു വലിയ വളർച്ചയാണ്. നമസ്കാരം എന്ന് പറയുമ്പോൾ മറ്റൊരു വ്യക്തിയെ നമസ്കരിക്കുക. ഞാനില്ലാതായി, ഇനി ഉള്ളത് ബാക്കി നീയാ. പണ്ടൊരു ചിന്ത വായിച്ചു കേട്ടത് ഈ സമയത്ത് വീണ്ടും ഓർക്കുക. ഒരു മനുഷ്യൻ കാമുകയുടെ വാതിലിൽ ചെന്ന് മുട്ടുക. ഉള്ളിൽ നിന്ന് ഒരു സ്വരം, അവളുടെ സ്വരം ചോദിച്ചു, ആരാ പുറത്ത്? അയാൾ പറഞ്ഞു, ഞാനാ. അവൾ പറഞ്ഞു, ഈ വീട്ടിൽ രണ്ടുപേർക്കിടയില്ല. അയാൾ സങ്കടത്തോടെ പോയി ഒരുപാട് അലഞ്ഞു. ഇതിൻ്റെ അർത്ഥവും ആഴവും ഒക്കെ അന്വേഷിച്ച് അലഞ്ഞു. നാളുകൾക്ക് ശേഷം വീണ്ടും തിരിച്ചു വരിക. ആ പഴയപടി തന്നെ വാതിലിൽ വീണ്ടും മുട്ടി. പഴയ സ്വരം തന്നെ ഉയർന്നു, ആരാ പുറത്ത്? ആ മനുഷ്യൻ ഒരു നിമിഷം ആലോചിച്ചു, തിരിച്ചറിവോടെ പറഞ്ഞു, നീയാ. വാതിൽ തുറക്കപ്പെട്ടു. ഉള്ളിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ ഒരു കുടുംബ ജീവിതം പോലും ഇതാ. അതുകൊണ്ടാണ് കർത്താവ് വചനത്തിൽ വ്യക്തവും കൃത്യവുമായിട്ട് പഠിപ്പിച്ചു വെച്ചത്, അവർ ഇനിമേൽ രണ്ടല്ല ഒറ്റ ശരീരം. ഇതൊരു അവബോധമാണ്. നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട, ഉള്ളിൽ ജനിക്കേണ്ട ഒരവബോധമാണിത്. ഇനിമേൽ രണ്ടല്ല ഒന്നാ. ഇനിമേൽ അവരും ഇവരും ഒന്നുമില്ല, മറിച്ച് വളരേണ്ടത് ക്രിസ്തു. യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു എന്ന, ഇനിമേൽ ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നതെന്ന്, അവന്റെ കൃപയാണ് എന്നിൽ അധ്വാനിക്കുന്നതെന്നൊക്കെ തിരിച്ചറിവോടുകൂടെ വിശുദ്ധ പൗലോസ്ലീഹ പ്രഖ്യാപിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ അകത്തെ വിട്ട യേശുക്രിസ്തു ഉള്ളിൽ വളരുന്നു എന്നുള്ളതിന്റെ സത്യമാണ്. വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യർ 4:19 ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുക. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു എങ്ങനെ രൂപപ്പെടേണ്ടത്? ഈ ക്രിസ്തു എന്നിൽ രൂപപ്പെടേണ്ടത് ഈ വിനയത്തിലാ, ഈ എളിമയിലാ, ഈ ശൂന്യവൽക്കരണത്തിലാ. ഇതില്ലാതെ യേശുക്രിസ്തുവില്ല. കാരണം യേശുക്രിസ്തുവിന്റെ മനോഭാവം എന്ന് പറയുന്നത് ഈ ശൂന്യവൽക്കരണത്തിലാ, ഈ ഇല്ലാതാകലില്ല, ഈ ചെറുതാകലില്ല. അതിൽ ഒരു വലിയ മഹത്വമുണ്ട്. പ്രിയപ്പെട്ടവരെ, ചെറുതാകുമ്പോ ഒരു വലുതാകലുണ്ട് നമ്മളിൽ. മറ്റുള്ളവർക്ക് മുമ്പില് തൊറ്റുകൊടുക്കുന്നതൊക്കെ ജീവിതത്തിന്റെ പരാജയമായിരുന്നു എന്ന് എണ്ണിയിരുന്നത് പഴയകാല ചക്രവർത്തിമാരാ. ഇന്ന് അതല്ല. മറ്റുള്ളവർക്ക് മുമ്പിൽ തോറ്റുകൊടുക്കുമ്പോൾ അതിലുള്ളൊരു വളർച്ചയുണ്ട്, അതിലുള്ള ഒരു വലുതാകലുണ്ട്. ഒരപ്പൻ ഒരു വലിയ ജോലിക്കാരനായിരുന്നാലും ആ കുഞ്ഞിന് ആന കളിക്കാൻ വേണ്ടിയിട്ട് ആ മനുഷ്യൻ ആ കുഞ്ഞിനെ പുറത്തു കയറ്റി നാലുകാലയിൽ നിന്ന് എഴയുന്നത് പോലെ തന്നെ ഒരു ചെറുതാകലിൻ്റെ അവസ്ഥ, ഒരു കുഞ്ഞാകലിൻ്റെ അവസ്ഥ. കുഞ്ഞിന് ആന കളിക്കാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കുക. സ്നേഹമുള്ളവരെ, സത്യത്തിൽ നമ്മളൊക്കെ വളരേണ്ടത് ഈ ഒരു ആത്മീയതയിലേക്കാണ്. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവമാണ് ഈ ക്രിസ്മസ് ഒരുക്കകാലത്ത് നമ്മുടെയൊക്കെ ജീവിതങ്ങളെ ഭരിക്കേണ്ടത്, നമ്മുടെയൊക്കെ ജീവിതങ്ങളെ നയിക്കേണ്ടത് എന്ന് മറന്നുപോകരുത്. യേശുക്രിസ്തുവിൻ്റെ ചൈതന്യത്തെ സ്വന്തമാക്കുമ്പോൾ എത്ര സുന്ദരമായിരുന്നു സ്നേഹമുള്ളവരെ ആ ജീവിതത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. ആ അന്ത്യത്താഴവേളയിൽ പെസഹായുടെ പാരമ്പര്യം അനുസരിച്ച് ഏറ്റവും എളിയവനാണ് കാലുകഴുകൽ ശുശ്രൂഷ നടത്തേണ്ടത്. ആരെ ഈ കാലുകഴുകൽ നടത്തും എന്ന് തർക്കിച്ചു കൊണ്ടിരുന്ന ശിഷ്യന്മാരുടെ ഇടയിൽ മറ്റൊന്നും ഉരിയാടാതെ, മറ്റൊന്നിനെ കുറിച്ച് അസ്വസ്ഥപ്പെടാതെ, തൻ്റെ ജീവിതത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള ചിന്തയില്ലാതെ എളിമ്പെട്ട് അവരുടെ പാദങ്ങൾ കഴുകുന്ന യേശുക്രിസ്തുവിനെ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. വീണ്ടും കുരിശിൽ കിടക്കുമ്പോൾ താഴെ നിന്ന് ഒരുവന്റെ പരിഹാസ ചീളുണ്ട്, നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ഇറങ്ങുക. ഞാൻ ഓർക്കുന്നുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ഒരുപക്ഷെ ഏറ്റവും കലിപ്പ് കയറുന്നെന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പനെ വിളിക്കുക എന്നൊക്കെ പറയുന്നല്ലേ. അപ്പോൾ ഒരു പ്രത്യേക കലിപ്പുണ്ടാകും, നമുക്ക് ഒരു പ്രത്യേക അവസ്ഥയായിരിക്കും അന്നേരം. വാക്യൊക്കെ ഒരുപക്ഷെ നിയന്ത്രിച്ചെന്നിരിക്കാം, പക്ഷേ നീ എൻ്റെ അപ്പനെ വിളിച്ചോടാ എന്ന് ചോദിച്ചു തുടങ്ങും പിന്നെ പ്രശ്നങ്ങൾ. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ ഈ ഒരു വിളിയാ താഴെ നിൽക്കുന്ന ഒരുത്തം നടത്തുന്നത്. നീ ദൈവപുത്രനാണെങ്കിൽ
താഴേക്ക് ഇറങ്ങി വാ. ഏതൊരു മനുഷ്യന്റെ ഈഗോ എന്ന് പറയുന്ന സംഭവം മുഴുവൻ പൊട്ടിപ്പോകാവുന്ന ഒരു സ്ഥിതിവിശേഷം അത്. ഏതൊരു മനുഷ്യനും ഒരുപക്ഷെ അവനെ ഇല്ലായ്മ ചെയ്യുമ്പോൾ ആ ഈഗോ ഇങ്ങനെ അങ്ങ് വരാ എന്നുള്ള സത്യമാണ്. പണ്ടൊരു ശില്പിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അതിമനോഹരമായ ശില്പങ്ങളുണ്ടാക്കും, എല്ലാം ഒരുപോലെ ഇരിക്കും. ശില്പിയുടെ മരണസമയമായി ശില്പിയോട് പറഞ്ഞു, നിന്നെ കൂട്ടിപ്പോരാൻ ഞങ്ങൾ വരുവാ. ശില്പി തന്നെപ്പോലെ തന്നെ ജീവനുള്ള പ്രതിമകൾ ഉണ്ടാക്കാൻ കഴിവുള്ളവൻ, തൻ്റെ അതേ രൂപവും ഭാവവുമുള്ള ഒരുപാട് പ്രതിമകൾ നിർമ്മിച്ച് ആ പ്രതിമകൾക്കിടയിൽ നിൽക്കുകയാണ്. ശില്പിയെ കൂട്ടിക്കൊണ്ടുവരാൻ മരണം വന്നപ്പോൾ മരണം ഇത് മുഴുവൻ നോക്കുക, എല്ലാ ശില്പങ്ങളും നോക്കി. അതിനിടയിൽ ശില്പി നിൽപ്പുണ്ട്, പക്ഷെ കണ്ടെത്താൻ പറ്റുന്നില്ല. വീണ്ടും വീണ്ടും കണ്ണും കാതും മൂക്കും എല്ലാ ഭാഗവും അരിച്ചു പെറുക്കി നോക്കി, സൂക്ഷ്മമായി നിരീക്ഷിച്ച് നോക്കി, മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം ശില്പിയുടെ ഓരോ രൂപവും ജീവൻ തുട്ടിക്കുന്നതാണ്. അവസാനം ഒന്നും കണ്ടെത്താൻ സാധിക്കാതെ മടങ്ങാൻ ഒരുങ്ങുമ്പോൾ മരണം ഒറ്റ വാക്ക് പറഞ്ഞു. എന്നാലും മനുഷ്യനല്ലേ, എവിടെയെങ്കിലും ഒരു കുഴപ്പമുണ്ടാവും. പ്രിയപ്പെട്ടവരെ, ഇത് ശില്പിക്ക് സഹിച്ചില്ല. അയാൾ പറഞ്ഞു, എവിടെയാണോ കുഴപ്പം എന്ന് ചോദിച്ച ക്ഷണത്തിൽ മരണം അയാളെ പിടികൂടി. ഇവിടെ നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട് ഈ ചില അഹങ്ങളൊക്കെ. ഇങ്ങനെ അല്ലാത്തപ്പോൾ ഒക്കെ നമ്മളൊക്കെയാ, എല്ലാം പെർഫെക്റ്റാ. പക്ഷെ ചില വ്യക്തികളുടെ ചില മാനസികാവസ്ഥകളെ യഥാർത്ഥ രൂപത്തേക്ക് തിരിച്ചറിയുന്നത് ഇതുപോലെയുള്ള അവസ്ഥകളിലാണ്. നമ്മൾ ചിന്തിക്കണം, എത്രമാത്രം ഉണ്ട് എൻ്റെ അഹം, ഞാനെന്ന ചില ഭാവങ്ങൾ നമ്മുടെ ഉള്ളിൽ എത്രമാത്രം കുടികൊള്ളുന്നുണ്ട്. ഇത് കൈവിടാതെ സൂക്ഷിച്ചതാണ് യേശുക്രിസ്തു എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത്. ആ കുരിശിൽ അവൻ്റെ ചോദ്യത്തിന് മുമ്പിൽ താഴേക്ക് ഇറങ്ങി വരാൻ വേണ്ടി കരുത്തുണ്ടായിരുന്നവൻ, അവനെ ഒരു നിമിഷത്തെ ഒരു നോട്ടം കൊണ്ടുപോലും നിഗനിക്കാൻ കഴിവുണ്ടായിരുന്നവൻ, ആ കുരിശിൽ ശാന്തനായിട്ട്, പിതാവേ അങ്ങയുടെ കൈകളിലേക്ക് എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് ശാന്തതയോടെ പറയാൻ മാത്രം ആഴവും പരപ്പുമുള്ള ഒരു ജീവിതമായിട്ട് മാറി എന്നുള്ളതാണ് സത്യം. യേശുക്രിസ്തുവിൻ്റെ ഈ മനോഭാവത്തെ സ്വന്തമാക്കണമെന്ന് മാത്രമാണ് വിശുദ്ധ പൗലോസ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഈ ക്രിസ്മസ് ഒരുക്കത്തിൻ്റെ ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മറ്റെന്തിനേക്കാൾ ഉപരി ഒരു പടി കൂടെ അവൻ്റെ ആ മനസ്സിനെ ഒന്ന് സ്വന്തമാക്കാൻ, ആ ശൂന്യവൽക്കരണത്തിൻ്റെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തിയ ആ എളിമയുടെ ചൈതന്യത്തെ ഒന്ന് സ്വന്തമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഈ ദിനങ്ങളിൽ നമ്മൾ എടുക്കേണ്ട തീരുമാനം ഇതാ. നമ്മൾ രൂപപ്പെടുത്തേണ്ട ഒരു മനോഭാവം ഇത് തന്നെയാണ്. എൻ്റെ ഭവനത്തിൽ തന്നെ ആയിക്കോട്ടെ ഇതിൻ്റെ ആദ്യ തുടക്കം. മറ്റുള്ളവർക്ക് മുമ്പിൽ ഒന്ന് എളിമപ്പെടാൻ പറ്റുമോ? ചില ചാടിക്കടിക്കുന്ന സ്വഭാവ പ്രത്യേകതകളുള്ളവരോ ചില അമിത കോപ സ്വഭാവങ്ങളുള്ളവരോ ഒക്കെ ഉണ്ടാകാം വീട്ടിൽ. അല്ലെങ്കിൽ ഞാനായിരിക്കുന്ന പ്രവർത്തന മേഖലകളിലായിരിക്കാം. അവിടെ അവരുടെ ഉള്ളിലുള്ള അസ്വസ്ഥത അവർ ക്രിസ്തുവിൻ്റെ ഈ മനോഭാവത്തെ സ്വന്തമാക്കാത്തത് കൊണ്ടാണെന്ന് തിരിച്ചറിവോടുകൂടെ ഒരു ശാന്തതയോടെ പെരുമാറാനും പ്രതികരിക്കാനും നമുക്ക് പറ്റുമോ? നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ മറ്റുള്ളവരൊക്കെ വലുതാകാനും ഞാൻ എൻ്റെ എന്നൊക്കെ വാക്കുകളിലൂടെ പ്രവൃത്തികളിലൂടെയും പ്രഖ്യാപിക്കുന്നിടത്തും എൻ്റെ ജീവിതത്തിൽ സമസ്തവും ദൈവത്തിൻ്റെ ദാനമാണെന്ന് വിശുദ്ധ പൗലോസിനെ പോലെ ഞാൻ എന്താണോ അത് ദൈവകൃപയാലാണ് എന്ന് ഏറ്റുപറയാൻ മാത്രമുള്ള വളർച്ച നമുക്കുണ്ടോ? ഈ കണ്ടതൊക്കെ എൻ്റെ അധ്വാനമാണെന്ന്, ഈ കാണുന്നതൊക്കെ എൻ്റെ ആണെന്ന് പറഞ്ഞത് വേറെ ആരുമല്ല, സാത്താനാ അല്ലേ? അവനാ പറഞ്ഞത്, ഈ കാണുന്നതൊക്കെ എൻ്റെയാ, നീ എന്നെ ആരാധിച്ചാൽ ഇതൊക്കെ നിനക്ക് തരാം. സ്നേഹമുള്ളവരെ, ഈ മനോഭാവമാണ് നമ്മളിലുള്ളെങ്കിൽ ചിന്തിക്കണം. അഹം എന്ന് പറയുന്ന പിശാച് എന്നെ ഗ്രസിച്ചിരിക്കുക. എൻ്റെ വാക്കുകളതാ. ഈ അധ്വാനം, പ്രയത്നം, ഇതിനൊക്കെ ഫലം തന്ന ആരാ? ദൈവമാ. എങ്കിൽ എനിക്കൊന്നുമില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ നടന്നു. വല്ലതും പറയാനുണ്ടോ? ഇല്ല, ഒന്നുമല്ല. ഞാൻ പ്രാർത്ഥിച്ചു. ആരാ തന്നെ? ദൈവമാ തന്നെ. കർത്താവ് തന്നില്ലായിരുന്നെങ്കിൽ ഒന്നുമില്ല. ഒന്നും അവകാശപ്പെടാനില്ല പ്രിയപ്പെട്ടവരെ. നമുക്ക് ഉള്ളത് ഞാനൊന്നുമല്ല എന്ന് പറയാൻ മാത്രം സ്വയം നമസ്കാരം പറയുക എന്നുള്ളതാ. ഞാനില്ല എന്ന് പറയാൻ, നീ മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ എൻ്റെ തമ്പുരാൻ്റെ മുമ്പിൽ നിന്ന് ഒന്ന് പറയാൻ പറ്റുമോ? പുൽക്കൂട്ടിൽ
പിറന്നു വീഴുന്ന ആ ഉണ്ണിയുടെ രൂപത്തിന് മുമ്പിൽ നിന്ന് ആത്മാർത്ഥതയോടൊന്ന് പറയാൻ പറ്റുമോ? ഈശോ, ഞാനില്ല, നീ മാത്രമേ ഉള്ളൂ. എങ്കിൽ യേശുക്രിസ്തുവിൻ്റെ മനോഭാവത്തിലേക്ക് വളരുന്നവരായി നമ്മൾ മാറി ഈ പരിശുദ്ധ കുർബാനയായ യേശുക്രിസ്തു തിരുവോസ്തിയായി ഇന്ന് കൂടെ വസിക്കുന്നവൻ, ഈ ലോകം മുഴുവൻ സ്വന്തമായിരുന്നിട്ടും ഏറ്റവും എളിമപ്പെട്ടവൻ, നമ്മളിലേക്ക് കടന്നു വരുന്ന ഈ ആരാധനയുടെ പരിശുദ്ധമായ നിമിഷങ്ങളിൽ ആ ചങ്കോട് ചേർത്ത് ജീവിതത്തെ ഒന്ന് സമർപ്പിക്കാം. എൻ്റെ ഉള്ളിൽ ചില അഹങ്കാരങ്ങളുണ്ടെങ്കിൽ, ചില ഞാനെന്ന ഭാവങ്ങളുണ്ടെങ്കിൽ, ചില ഭാവങ്ങളുണ്ടെങ്കിൽ അവയൊക്കെ ഒന്ന് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. കർത്താവിനോട് പറയാം, ദൈവമേ, എൻ്റെ ബലഹീനതയിലേക്ക് നീ ശക്തി പകരണമേ. ദൈവമേ, ഞാൻ അറിയാതെ ചില കാര്യങ്ങളിൽ അഹങ്കരിച്ചു പോകാൻ, ഞാൻ അറിയാതെ ചില അഹങ്കാര വാക്കുകളിൽ നിന്ന് വന്നു പോവുക. നീ എന്നെ ഒന്ന് തുടരണേ, ഞാൻ ഒരു എളിമയുള്ളവനാകട്ടെ. പരിശുദ്ധ അമ്മയെപ്പോലെ എളിമയുടെ ചൈതന്യത്തെ ഉള്ളിൽ പേറാൻ ദൈവമേ എനിക്ക് കൃപ തരണമേ എന്ന് കർത്താവിനെ തൊട്ട് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ദിവ്യകാരുണ്യമായ ഈശോയെ, യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലുണ്ടാകട്ടെ എന്ന പൗലോസ്ലീഹയുടെ വാക്കുകളെ ഓർത്ത് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ഒരു നിമിഷം കണ്ണുകൾ അടച്ച് കരങ്ങൾ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെച്ച് ഒന്ന് ചിന്തിച്ച്, എൻ്റെ ഉള്ളിലെ അവബോധം എങ്ങനെയാണ്? യേശുക്രിസ്തുവിൻ്റെ ശൂന്യവൽക്കരണത്തിൻ്റെ ഒരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ടോ? അതോ ഒരഹംഭാവം, ഞാനെന്ന ഒരു ഭാവം എന്നിൽ വളരുന്നുണ്ടോ? ഈ കാണുന്നതൊക്കെ എൻ്റെ അധ്വാനം കൊണ്ടാണ്, എൻ്റെ കഴിവും മിടുക്കും കൊണ്ടാണ് പലതും സംഭവിച്ചിട്ടുള്ളത്. ഈ നേട്ടങ്ങളൊക്കെ ഈ എൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ്. ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടന്നത് എന്ന് ഉള്ളിൽ അഹങ്കരിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? കർത്താവേ, എങ്കിൽ ഞാൻ തിരിച്ചറിയുക, ഞാനും അങ്ങയുടെ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് ഇടയ്ക്കിടെ ഉണ്ടായിരുന്ന മനോഭാവം പോലെ ഒരു വലുതാകലിൻ്റെ ചിന്ത എന്നിലുണ്ട്. ഒരു ചെറുതാകലിൻ്റെ ചൈതന്യത്തിലേക്ക് ഞാൻ ഇനിയും ഏറെ വളരാനുണ്ട്. എൻ്റെ കുടുംബം, എനിക്കുള്ള സമ്പത്ത്, എനിക്കുള്ള കഴിവുകൾ, എനിക്കുള്ള സർവവും കർത്താവേ നിന്റെ ദാനമാണെന്ന് ബോധ്യത്തോടെ ഏറ്റുപറയുക. ബലഹീനമായ എൻ്റെ ജീവിതം മുഴുവനെയും ഈ നിമിഷം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ ആയുസ് അങ്ങയുടെ ദാനമാണ് കർത്താവേ. എപ്പോൾ വേണമെങ്കിലും നിലയ്ക്കാവുന്നതാ ഈ ഹൃദയമെടിപ്പ്. ഈ തിരിച്ചറിവില്ലാതെ ഞാൻ എൻ്റെതായ ചിന്താഗതികളിൽ അഭിരമിച്ചിട്ടുണ്ട്. പാപത്തിൻ്റെ ഒരുപാട് വക്രതകളിൽ ഞാൻ മുഴുകിയിട്ടുണ്ട്. ഈ ലോകത്തിൻ്റെ ഒരുപാട് വ്യാമോഹങ്ങളിലും അതിൻ്റെ തിരക്കുകളിലും ബഹളങ്ങളിലും ഞാൻ അഭിരമിച്ചിട്ടുണ്ട്. ദൈവമേ, ആത്മാർത്ഥമായിട്ട് ഓരോന്നിനും മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിതത്തെ കൂടുതൽ ആത്മീയ ബോധ്യങ്ങളിലേക്ക് നയിക്കണമേ. അങ്ങയുടെ മനോഭാവത്തിലേക്ക് എൻ്റെ മാനസികാവസ്ഥകൾ അവിടുന്ന് വളർത്തണമേ. എല്ലാ ദൈവമക്കളും ഈ പ്രാർത്ഥനയോടുകൂടെ കർത്താവിന് ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണിത്. ഈശോ ആശീർവദിക്കുന്ന നിമിഷങ്ങളിൽ മകനെ, മകളെ, നിന്റെ അഹങ്കാരത്തിൻ്റെ, നിന്റെ അലസതയുടെ, നിന്റെ അസ്വസ്ഥ ജീവിതത്തിൻ്റെ, നിന്റെ ഞാനെന്ന ഭാവത്തിൻ്റെ, നിന്റെ വലുതാകണമെന്ന മോഹത്തിൻ്റെ എല്ലാ അവസ്ഥകളിലേക്കും യേശുവിൻ്റെ ശക്തി നിറയാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. നിന്റെ കുടുംബത്തിലുള്ളവർ അഹങ്കാരം ഉണ്ടാകാം, നിന്റെ വ്യക്തി ജീവിതത്തിൽ ഒരു അഹങ്കാരം ഉണ്ടാകാം. അതെല്ലാം സമർപ്പിച്ച് രണ്ട് കരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എല്ലാവരും ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ച് കർത്താവിന് ആശീർവാദം സ്വീകരിക്കുന്ന സമയമാണിത്. അധരം തുറന്ന് യേശുവിൻ്റെ മനോഭാവം എൻ്റെ ഉള്ളിൽ നിറയാൻ പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ മുമ്പിൽ ജീവിതം മുഴുവനെ സമർപ്പിക്കുന്ന ഒരു എളിയ ദാസന്റെ ജീവിത സമർപ്പണത്തിന്റെ സൂചനയാണ് കരങ്ങൾ നീ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. മകനെ, മകളെ, ഈ ബോധ്യത്തോടുകൂടെ നീ കർത്താവിന്റെ ആശീർവാദ സ്നേഹത്തോടെ സ്വീകരിച്ച് സകല കെട്ടുകളും ബന്ധനങ്ങളും നിന്നിൽ നഴിയും. നിന്റെ അഹങ്കാരം, ഞാനെന്ന ഭാവം, എൻ്റെ നേട്ടം, എൻ്റെ കഴിവ്, ഈ ചിന്തകളൊക്കെ നിന്റെ ഉള്ളിൽ നിന്ന് വിടും. രണ്ട് കരങ്ങൾ ഉയർത്തി അധരം തുറന്ന് കർത്താവിന്റെ ആശീർവാദത്തെ വിശ്വാസത്തോടെ സ്വീകരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് യേശുക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിന്റെ ശക്തിയാൽ അഹങ്കാരത്തിന്റെയും ഞാനെന്ന ഭാവത്തിന്റെയും ഈ യുക്തി ചിന്തയുടെയും സകല കെട്ടുകളും ബന്ധനങ്ങളും കുടുംബത്തിൽ നിന്ന്, വ്യക്തി ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ. കർത്താവേ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പല വ്യക്തികളുടെയും ഇത്തരത്തിലുള്ള ചിന്തകൾ കൊണ്ട് കുടുംബത്തെ സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുന്ന സകല അവസ്ഥകളും
യേശു നാമത്തിൽ വിട്ടുപോകട്ടെ. അതുമൂലം ഇന്ന് കടബാധ്യതകളിലും ബന്ധനങ്ങളിൽ കഴിയുന്ന കുടുംബങ്ങൾ യേശു നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോ 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 ഈശോ. കെട്ടുകൾ അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ. കുടുംബത്തിലുള്ള ശാപബന്ധനം നീങ്ങട്ടെ. കുടുംബത്തിലുള്ള അഹങ്കാര പാപത്തിന്റെ കഴിഞ്ഞകാല ബന്ധനങ്ങൾ ഇപ്പോൾ തന്നെ അഴിയപ്പെടട്ടെ. ആരാധന 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 ആരാധന. ദൈവശക്തി വ്യാപരിക്കുന്നു, ദൈവശക്തി വ്യാപരിക്കുന്നു. കർത്താവിന്റെ പ്രകാശ കുടുംബങ്ങളിൽ നിറയുന്നു. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.